ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടെഡ് ഹ്യൂഗ്സ് എഴുതിയ ദ തോട്ട് ഫോക്സ് എന്ന പോയമാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് കടക്കാം. 20th സെഞ്ച്വറിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റായിരുന്നു ടെഡ് ഹ്യൂഗ്സ്. യോർക്ക്ഷയർ എന്ന പ്ലേസിൽ വില്യം ഹ്യൂഗ്സിൻ്റെ മകനായിട്ട് 1930 ഓഗസ്റ്റ് 17 അദ്ദേഹം ജനിച്ചത്. പോയറ്റ് എന്നതിന് പുറമെ അദ്ദേഹം ഒരുപാട് ജോലികൾ ചെയ്തിരുന്നു. റോസ് ഗാർഡനറായിട്ട്, അതുപോലെ നൈറ്റ് വാച്ച്മാൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ടീച്ചർ, അങ്ങനെ പല ജോലികളും അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് ഫേമസ് ഫീമെയിൽ പോയറ്റായ, അതിലുപരി ഒരു ഫെമിനിസ്റ്റ് റൈറ്ററായ സിൽവിയ പ്ലാത്തിനെ ആയിരുന്നു. ദ ഹോക്ക് ഇൻ ദ റെയിൻ എന്നായിരുന്നു ടെഡ് ഹ്യൂഗ്സിൻ്റെ ആദ്യത്തെ പോയട്രി കളക്ഷൻ. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കാര്യമായിരുന്നു. സിൽവിയ പ്ലാത്തിൻ്റെ സൂയിസൈഡിന് ശേഷം അദ്ദേഹം ഒരുപാട് പ്രോബ്ലംസ് നേരിട്ടു. ശേഷം അദ്ദേഹം വീണ്ടും ഒരു സെക്കൻഡ് മാരേജ് ചെയ്തു. 1998 അദ്ദേഹം ദ ബർത്ത്ഡേ ലെറ്റേഴ്സ് എന്നൊരു പോയം എഴുതി. അത് സിൽവിയ പ്ലാത്തിൻ്റെ ഡെത്തിൽ മെമ്മറി ചെയ്തുകൊണ്ട് എഴുതിയൊരു പോയമായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു വർക്ക് എഴുതിയിരുന്നു. അതിൻ്റെ പേരാണ് ദ അയൺ മാൻ. പിന്നീട് അദ്ദേഹത്തിന് 1984 പോയറ്റ് ലോറേറ്റ്ഷിപ്പ് കിട്ടി. 1998 അദ്ദേഹം മരിക്കുന്നത് വരെ ആ പദവി നിലനിന്നിരുന്നു. ഇനി നമുക്ക് ദ തോട്ട് ഫോക്സ് എന്ന പോയം എന്താണെന്ന് നോക്കാം. ഈ പോയത്തിന് 2 മീനിങ് ആണുള്ളത്. ആദ്യം ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഫോക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. പക്ഷേ മെറ്റഫറിക്കലി ഒരു പോയട്രിയെ എങ്ങനെ കമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പോയറ്റ് എങ്ങനെയാണ് തൻ്റെ പോയം എഴുതുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ പോയറ്റിലൂടെ പറയുന്നത്. ഇനി ഇതിലെ ആദ്യത്തെ സ്റ്റാൻസ നോക്കാം. I imagine this midnight moment's forest, something else is alive beside the clock's loneliness and this blank page where my fingers move. ഈ സ്റ്റാൻസിൽ പറയുന്നത് നമ്മുടെ പോയിട്ട് ശരിക്കും ഒരു റൂമിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആ റൂമിനെ, അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന ആ പ്ലേസിനെ ഒരു ഫോറസ്റ്റ് ആയിട്ടാണ് നമ്മുടെ പോയിട്ട് സങ്കല്പിക്കുന്നത്. കുറച്ച് ബ്ലാങ്ക് പേപ്പേഴ്സ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ആ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം മാത്രം ഉള്ള ആ മുറിയിൽ അദ്ദേഹം തനിയെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് ആൻസർ. ത്രൂ ദ വിൻഡോ ഐ സീ നോ സ്റ്റാർ, സംതിങ് മോർ നിയർ ദോ ഡീപ്പർ വിത്തിൻ ഡാർക്ക്നെസ് ഈസ് എൻ്ററിങ് ദ ലോൺലിനെസ്. ഇവിടെ പറയുന്നത് പോയിട്ട് വിൻഡോയിലൂടെ നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റാർ പോലും കാണുന്നില്ല. ആകാശത്ത് സ്റ്റാർസ് ഒന്നുമില്ല. പക്ഷേ ആ കൂരിരുട്ടിൽ താൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വല്ലാത്തൊരു ഏകാന്തത പോയിറ്റിന് അനുഭവപ്പെടുന്നു. അതുമാത്രമല്ല, തൻ്റെ ആ ഏകാന്തതയിലേക്ക് എന്തോ ഒരു സാധനം കടന്നു വരുന്നതായിട്ട് പോയിറ്റിന് തോന്നുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ. കോൾഡ് ഡെലിക്കേറ്റ്ലി ആസ് ദ ഡാർക്ക് സ്നോ എ ഫോക്സസ് നോസ് ടച്ചസ് ട്വിഗ് ലീഫ് ടു ഐ സെർവ് എ മൊമെൻറ്റ് ദാറ്റ് നൗ ആൻഡ് എഗെയിൻ നൗ ആൻഡ് നൗ ആൻഡ് നൗ. അപ്പോഴാണ് പോയിറ്റിന് മനസ്സിലായത് അതൊരു ഫോക്സ് ആണ്. ആ ഡാർക്കായിട്ടുള്ള കോൾഡായിട്ടുള്ള രാത്രിയിൽ ആ ഫോക്സ് നിലത്ത് കിടക്കുന്ന ഇലകളെ മൂക്കുകൊണ്ട് മണം പിടിച്ച് കടന്നു വരുന്നു. അതുപോലെ അതിൻ്റെ 2 കണ്ണും ചുറ്റുപാടും നോക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന ചുള്ളിക്കമ്പുകളും ഇലകളൊക്കെ മണം പിടിച്ചുകൊണ്ട് അത് കടന്നു വരുന്നു. നെക്സ്റ്റ് ആൻസർ. സെറ്റ്സ് neat print into the snow between trees and verily a lame shadow blacks by stump and in hollow of a body that is bold to come. ആ മഞ്ഞിൽ തൻ്റെ കാൽപ്പാടുകൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് പതിപ്പിച്ചുകൊണ്ടാണ് ആ ഫോക്സ് നടന്നു വരുന്നത്. വളരെ ധൈര്യത്തോടെ, വളരെ ബോൾഡായിട്ട് മരങ്ങളുടെ, ആ മഞ്ഞുള്ള രാത്രിയിൽ മരങ്ങളുടെ ഇടയിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ നിഴലുകൾക്കിടയിലൂടെയാണ് ഈ ഫോക്സ് നടന്നു വരുന്നത്. ആ ഫോക്സിൻ്റെ ശരീരം വളരെ ബോൾഡായിട്ടാണ് കാണപ്പെട്ടത്. നെക്സ്റ്റ് സ്റ്റാൻസ. അക്രോസ് ക്ലിയറിംഗ് ആൻഡ് ഐ എ വൈഡനിങ് ഡീപ്പനിങ് ഗ്രീൻനെസ് ബ്രില്യൻ്റ്ലി കോൺസെൻട്രേറ്റഡ്ലി കമ്മിങ് അബൌട്ട് ഇറ്റ്സ് ഓൺ ബിസിനസ്. ഈ സ്റ്റാൻസയിൽ പോയിട്ട് ആ ഫോക്സിൻ്റെ ഐസ്, അല്ലെങ്കിൽ കണ്ണുകൾ ക്ലിയർ ആയിട്ട് കണ്ടു. ആ ഫോക്സ് വളരെ
കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഗ്രീൻനെസ്സിലൂടെ വീണ്ടും നടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അതതിൻ്റെ ബിസിനസ്, അതിൻ്റെ ജോലി മാത്രം നോക്കി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആൻസർ, till with a sudden sharp hot sting of fox it enters the dark hole of the head. The window is starless still, the clock ticks and page is printed. അവസാനം ഈ ഫോക്സ് തൻ്റെ മുറിയിലെത്തി ആ പോയറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് പ്രിൻ്റ് ചെയ്യാനും തുടങ്ങി. ഇതാണ് ഈ പോയത്തിൻ്റെ എക്സ്റ്റേണൽ സമ്മറി. ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശയം ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ആംബിഗസ് ആയിട്ടുള്ള മീനിങ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഈ ഫോക്സ് ഒരു മെറ്റഫറാണ്. ആദ്യം ഞാൻ പറഞ്ഞു ആ ഫോറസ്റ്റ് എന്നത് ശരിക്കും ഒരു ഫോറസ്റ്റ് അല്ല. അദ്ദേഹം ഒരു റൂമിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതൊരു ഫോറസ്റ്റ് ആയിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ റൂമിൽ അദ്ദേഹം എന്തിനാണ് ഇരിക്കുന്നത്? കവിത എഴുതാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്ക് പേജസുമായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ആ മുറിയിൽ ഏകാന്തതയോടെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് കവിക്ക് കവിത എഴുതാനുള്ള തീം കിട്ടുന്നത്. ആ തീമാണ് ഇവിടെ ഫോക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോക്സ് എന്ന് പറയുന്നത് കവിക്ക് പോയം എഴുതാൻ കിട്ടിയ തീമാണ്. അപ്പോൾ ആ റൂമിൽ കവിത എഴുതാൻ വേണ്ടിയിട്ട് പോയറ്റ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കവിത എഴുതാനുള്ള ഭാവന ലഭിക്കുന്നു. ആ കവിത എഴുതാനുള്ള ഭാവനയാണ് ഫോക്സ് എന്ന രീതിയിൽ മെറ്റഫറിക്കലി ഈ പോയത്തിലൂടെ ടെഡ് ഹ്യൂഗ്സ് പറയുന്നത്. ഈ പോയം തുടങ്ങുമ്പോൾ കവി പോയം എഴുതാനിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം എഴുതാനൊന്നും കിട്ടുന്നില്ല. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്താണ് മൈൻഡിൽ എന്തോ ഒന്ന് ചലിക്കുന്ന പോലെ തോന്നി. അത് പിന്നീട് പോയറ്റിൻ്റെ മനസ്സിലൂടെ പതുക്കെ പതുക്കെ ഒരു പോയത്തിൻ്റെ തീമായിട്ട് വരികയാണ് ചെയ്തത്. ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്, ഷാർപ്പ് ഹോട്ട് സ്റ്റിങ് ഓഫ് ഫോക്സ് ഇറ്റ് എൻറ്റേഴ്സ് ദ ഡാർക്ക് ഹോൾ ഓഫ് ദി ഹെഡ്. അതായത് ആ തീം അദ്ദേഹത്തിൻ്റെ ഹെഡിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുകയും പെട്ടെന്ന് അദ്ദേഹം പോയം ആ പേജിൽ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോഴും എന്താണ്, ആ സ്റ്റാർലെസ് ആയിട്ടുള്ള നൈറ്റ് അപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ആ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദവും അപ്പോഴും കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോയറ്റിൻ്റെ ഇമാജിനേഷനെയാണ്. അങ്ങനെ ഒരു ഫോക്സ് എന്ന അനിമലിലൂടെ അദ്ദേഹത്തിൻ്റെ കവിഭാവനയെ വായനക്കാരുടെ മുന്നിൽ എത്തിക്കുകയാണ് നമ്മുടെ ടെഡ് ഹ്യൂഗ്സ് ചെയ്തിട്ടുള്ളത്. ഈ പോയത്തിൽ നേച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നേച്ചറിലുള്ള ഓരോ കാര്യങ്ങളെയും, ട്രീസ്, നൈറ്റ്, സ്റ്റാർ, അതുപോലെ സ്നോ, നൈറ്റ്, അങ്ങനെ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മനോഹരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നല്ല ഭംഗിയിൽ ഈ പോയത്തിലൂടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ പോയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് അഡീഷണലായിട്ട് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.